ഇത് ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പേരുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പൊ അമർന്ന് പോയല്ലോ, ഒരു കുഴപ്പമില്ല. കേജ്രിവാൾ അകത്ത് കിടക്കുകയാണ്. പക്ഷേ ശ്രീ പിണറായി വിജയൻ ഒരു പ്രശ്നവും വരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? കാണിക്കും. അതായത് നമ്മൾ പണ്ട് പറയും ഈ കൊല്ലനും കൊല്ലത്തെയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറയും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നടക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുന്നു, ഉടനെ ഇരിക്കുക പതുക്കെ കൊല്ലൻ അവിടെ ഇരിപ്പുണ്ട്, കൊല്ലത്തി ഇരിപ്പുണ്ട്, കൊല്ലത്തി മുറത്തിനകത്ത് ഏതാണ്ട് അരിയോ ഏതാണ്ടൊക്കെ ഒന്ന് പരത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഉടനെ ഇയാൾ വരുന്നത് ഈ രണ്ട് കൂട്ടർക്കും ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും ഇയാളെ ഒഴിവാക്കണം. അതിനുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കൊല്ലൻ ഭയങ്കര ബഹളം ഉണ്ടാക്കുക. കൊല്ലത്തി എടുത്ത് നീ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല, നീ പറഞ്ഞാൽ കേൾക്കാതെ, നീ അഹങ്കാരിയാണ്, നീ വലിയ പ്രശ്നക്കാരിയാണ്, നീ ഇങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം ഒരടിയും കൊടുത്തു കൊല്ലത്തേക്ക്. ഇത് കേട്ടിട്ടുണ്ടെന്നെ മറ്റേ ആൾക്ക് ആകെ ഈ വന്ന ആൾക്ക് വിഷമം, എടാ ഞാനിങ്ങനെ വന്ന് കയറി ഇവിടെ ബഹളവുമാണ്. അപ്പം ഇവരുണ്ടല്ലോ ദേഷ്യം വന്ന് ഈ കൊല്ലത്തി ഉണ്ടല്ലോ കയ്യിലിരുന്ന മുറം അതിനകത്തുള്ളത് എടുത്തൊരൊറ്റ അങ്ങോട്ടൊരൊറ്റ എറി കേട്ടോ. അതിലെ സാധനങ്ങളൊന്നും പോയില്ല മുറത്തിലെ. ഉടനെ ഇയാൾ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഈ കൊല്ലം പറഞ്ഞ് എടുത്ത് പറയുക, നോവാതെ അടിച്ചത് കണ്ടോ എന്നുവെച്ചാൽ നോവാതെ അടിച്ചതാണ്. ഉടനെ കൊല്ലത്തി പറയുന്നു, തൂവാതെ എറിഞ്ഞത് കണ്ടോ, കാരണം ഇതൊന്നും പോയില്ല, നഷ്ടം വന്നില്ല. ഉടനെ ഇല്ല പോയെന്ന് പറഞ്ഞ ആളില്ലേ, അയാൾ മറവിൽ നിന്ന് ഇങ്ങോട്ട് പതുക്കെ വന്നിട്ട് പോവാതെ നിന്നത് കണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയുന്ന കഥയെ എനിക്ക് ഓർമ്മ വരുന്നത്. ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ കൊല്ലനും കൊല്ലത്തെയും കളി നടക്കുകയാണ്. അവർ തമ്മിൽ നീക്കുപോക്കുകൾ ഒത്തുതീർപ്പുകൾ എല്ലാം ആയി. അദ്ദേഹത്തിൻ്റെ കാര്യം ഏതാണ്ട് സേഫ് ആക്കാനായിട്ട് അറിയാം. പിന്നിനി ഇറങ്ങുന്നത് എന്താണ്? വലിയ പ്രശ്നമൊന്നും വരാത്ത വിധത്തിൽ CA ഇവിടെ എന്തായാലും അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല, CA നടപ്പാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രലോഭനങ്ങൾ കൊടുത്ത് ഈ മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കാനാണ്. കടയടയ്ക്കുന്നവർക്ക്, അതായത് CAക്ക് അനുകൂലമായിട്ടുള്ള വിശദീകരണ യോഗങ്ങൾ കേൾക്കാൻ മനസ്സില്ലാതെ കടയടയ്ക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്ത ആളാണ് ഇപ്പൊ ഇത് പറയുന്നത്. ആ കേസുകൾ ഒക്കെ ഇപ്പോഴും ഉണ്ട്. ആ കേസുകൾ കടയടച്ചതിന് കേസുകളുണ്ട്. എത്രയോ സ്ഥലത്ത് കേസെടുത്തു. അത് പറഞ്ഞതിനാണ് പറഞ്ഞത് എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ നാവാണെന്ന്. അങ്ങനെ കരുതിക്കൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ CAക്കെതിരെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അല്ലാതെ മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും ഇത് ഉപദ്രവമാണ്. ഇത് മുസ്ലിങ്ങളെ ഒന്നും അല്ല ബാധിക്കാൻ പോന്നേ, മുസ്ലിങ്ങളെ ബാധിക്കും, അതേപോലെ ഒരുപാട് ആളുകളെ ബാധിക്കും കേട്ടോ. ഇത് ഈ ക്രിസ്ത്യാനികളെയൊക്കെ ധാരാളം ഇത് വെച്ച് അവർ ഉപദ്രവിക്കപ്പെടും എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പൊ പറയുന്നത് എന്താണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് ഇത് ഇവിടെ ആർക്കും ഇതുമൂലം പൗരത്വം നഷ്ടപ്പെടത്തില്ലെന്ന്. ശരിയായിരിക്കും. പക്ഷെ ഈ പൗരൻ ആരാന്ന് അവർ പറയും. അതാണ് അവിടുത്തെ പ്രശ്നം. പൗരൻ ആരാണ് എന്ന് ഞങ്ങൾ കാണിക്കും, അവരെ പൗരത്വം നഷ്ടപ്പെടത്തില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഈ രീതിയിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള പ്രസ്താവനകളാണ് ഈ നടക്കുന്നതൊക്കെ. അപ്പം മാത്രമല്ല ഇതിനകത്തുള്ളത് ഈ ആർട്ടിക്കിൾ 14 ഏറ്റവും വലിയ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വകുപ്പാണിത്. ആർട്ടിക്കിൾ 14 ഹനിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആർട്ടിക്കിൾ 13(2) ഭരണഘടനയുടെ അതനുസരിച്ച് ഈ നിയമസാധുത ഇല്ലാത്തത് തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നതും. ഞാൻ നിയമപ്രകാരം ഞാൻ പറയുന്നതാണ് നിയമാനുസരണമായിട്ട്.